ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്റ്റാറേക്ക് പകരം ഒരു പരിശീലകനെ ഇതുവരെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പരിശീലകർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അവരെല്ലാം അത് നിരസിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്റോണിയോ ലോപ്പസ് ഹബാസ്, അതുപോലെ തന്നെ സെർജിയോ ലൊബേറ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അതുപോലെ തന്നെ മുൻപ് ഹൈദരാബാദ് FCയെ പരിശീലിപ്പിച്ച താങ്ബോയ് സിംഗ്ടോയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. ഹൈദരാബാദ് അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് സിംഗ്ടോ. ഇക്കാര്യത്തിൽ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ IFTWCയുടെ റെജിൻ നൽകിയിട്ടുണ്ട്. അതായത് സിംഗ്ടോക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകന്റെ സ്ഥാനമല്ല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, മറിച്ച് മറ്റൊരു റോളാണ്. അതായത് ക്ലബിന്റെ ടെക്നിക്കൽ ഡയറക്ടർ റോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം ഏറെക്കുറെ ആ ഒരു ഓഫർ നിരസിച്ച മട്ടാണ്. ആ ഒരു ടെക്നിക്കൽ ഡയറക്ടർ റോൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് റെജിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സിംഗ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യത നിലവിൽ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ പരിശീലകനെ വേണം, ഒരു ടെക്നിക്കൽ ഡയറക്ടറെ കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടീം അനലിസ്റ്റ് അഥവാ മാച്ച് അനലിസ്റ്റ് എന്നുള്ള ആ ഒരു റോൾ കൂടി അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കൂടാതെ ലോക്കൽ ടാലന്റുകളെ സ്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയും ക്ലബ്ബ് വിട്ടതായി കൊണ്ട് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പൊസിഷനും അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ചുരുക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് നിരവധി വാക്കൻസികൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.